പത്തനംതിട്ട അയിരൂരിൽ BJP പുറത്താക്കാൻ LDFും UDFും സ്വതന്ത്രനെ പിന്തുണച്ചു എന്നുള്ള വാർത്തയാണ് പത്തനംതിട്ടയിൽ നിന്ന് വരുന്നത്. നന്ദുഷയുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. നന്ദുഷ, അയിരൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഏറ്റവും സ്വാധീനമുള്ള ഒരു മേഖലകൾ കൂടിയാണ് ഈ ചെറുകോൽപ്പുഴ അയിരൂർ മേഖല. അപ്പോൾ അവിടെ UDF LDF സഖ്യം വന്നു. ആ സഖ്യം പിന്തുണച്ചത് ഒരു സ്വതന്ത്രനെയാണ്. അപ്പോൾ അങ്ങനെ അവിടെ ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരം? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നാൾ മുതൽ ജില്ലയിലെ BJP നേതൃത്വവും അതോടൊപ്പം NDA മുന്നണിയും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പ്രവർത്തിച്ച അല്ലെങ്കിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഇടങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു അയിരൂർ. പന്തളം നഗരസഭയ്ക്ക് പിന്നാലെ BJP ഭരിച്ചിരുന്ന കുളനട പഞ്ചായത്ത് കൂടി നഷ്ടമായപ്പോൾ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ജില്ലയിൽ BJPക്ക് NDAക്ക് നേട്ടത്. എന്നാൽ ഈ അയിരൂർ പോലുള്ള പഞ്ചായത്തുകളിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വിജയിച്ചത് 6 സീറ്റുകളോളം വിജയിക്കാനായത് BJP സംബന്ധിച്ച് വളരെ വലിയ നേട്ടമായി അവർ സ്വയം വിലയിരുത്തിയിരുന്നു. സുഗമമായി അവർക്ക് ഭരണം പിടിക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി അവർക്ക് അന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ് BJPക്ക് അപ്രതീക്ഷിതമായി തിരിച്ചടിയേറ്റത്. അയിരൂർ പഞ്ചായത്തിൽ LDFും UDFും ഒരുമിച്ച് അവിടെ ജയിച്ച ഒരു സ്വതന്ത്രനെ പിന്തുണച്ച് ആ സ്വതന്ത്രനെ പ്രസിഡന്റ് ആക്കിയിരിക്കുകയാണ്. BJP ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയെങ്കിലും സ്വതന്ത്രനെ കൂടി BJP LDFും UDFും സംയുക്തമായി സ്വതന്ത്രനെ പിന്തുണച്ചതോടെ ഒരേ കക്ഷിനിലെത്തുകയായിരുന്നു. പിന്നീട് നറുക്കെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വിജയമുണ്ടാവുകയായിരുന്നു. അങ്ങനെ BJPയുടെ കയ്യിൽ നിന്നും അവരുടെ ഏറ്റവും നിർണായകമായ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പഞ്ചായത്ത് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായി എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിന്റെ ഈ കാര്യത്തിൽ BJP ജില്ലാ നേതൃത്വത്തിനടക്കം കടുത്ത ആമർശമുണ്ട്. ഈ അയിരൂർ പഞ്ചായത്തിലടക്കം കഴിഞ്ഞ തവണ നേടിയ വലിയ മുന്നേറ്റം നിലനിർത്താൻ BJPക്കായില്ല എന്നുള്ള ആക്ഷേപം പരക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഭരണം നിലനിർത്താനാവാതെ പോയതും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഏതായാലും കോട്ടാങ്ങൽ പഞ്ചായത്തിലും സമാനമായ അവസ്ഥ തന്നെയാണ് BJPക്ക് ഉണ്ടായത്. കോട്ടാങ്ങലിലും ഇതുപോലെ തന്നെ 5 UDF 5 സീറ്റ്, BJP 5 സീറ്റ് എന്ന നിലയിൽ നേടാനായെങ്കിൽ പോലും ഭരണം പിടിക്കാൻ അവർക്കായില്ല. BJPയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനായി SDPI UDFന് പിന്തുണ പ്രഖ്യാപിച്ചതിനാലാണ് BJPക്ക് പ്രസിഡന്റ് സ്ഥാനാർത്ഥി വിജയിപ്പിക്കാനാകാതെ പോയതെങ്കിൽ പോലും കോട്ടാങ്ങൽ പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റായി KK ഹരികുമാർ എന്നയാളെ വിജയിപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ജില്ലയിൽ ആകെ BJPക്ക് നന്ദുഷ, ഒരു നിമിഷം ഒരു കാര്യം കൂടി ഒന്ന് ചോദിക്കുകയാണ്. ഈ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മുതിർന്ന നേതാവ് PJ കുര്യന്റെ ഒരു തട്ടകം തന്നെയാണ് പത്തനംതിട്ട ജില്ല. അപ്പോൾ PJ കുര്യന്റെ പഞ്ചായത്തിൽ പോലും UDFന് ഭരണം പിടിക്കാൻ കഴിഞ്ഞില്ല. അവിടെ UDFന്റെ വിമതരാണ് അവിടെ ഭരണം പിടിച്ചിരിക്കുന്നത്. ആ വിമതർ വലിയ തരത്തിലുള്ള വിമർശനം PJ കുര്യനെതിരെ ഉയർത്തുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരം എന്താണ്? PJ കുര്യനും ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വങ്ങളും തമ്മിലുള്ള ഉരസൽ ആരംഭിക്കുന്നത് മാസങ്ങൾക്ക് മുൻപാണ്. ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയൊക്കെ പരസ്യമായി PJ കുര്യൻ രംഗത്ത് വരുന്ന നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് PJ കുര്യനെതിരെയും കടുത്ത ഭാഷയിൽ പലപ്പോഴും കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കൾ പോലും വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. ആ സമയത്താണ് PJ കുര്യൻ ഇടപെട്ട് പുറമറ്റം എന്ന അദ്ദേഹത്തിന്റെ സ്വന്തം പഞ്ചായത്ത്, അതോടൊപ്പം ചുറ്റു പഞ്ചായത്തുകളിലുമൊക്കെ അദ്ദേഹത്തിന്റെ സ്വാധീനത്തിൽ നിരവധി സ്ഥാനാർത്ഥികളെ നിർത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഈ സ്വാധീനപരമായി നിരവധി സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും പുറമറ്റം പഞ്ചായത്തിൽ UDF വിജയം ഉറപ്പിച്ചതാണ്. കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭരിക്കാമെന്നുള്ള വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്ന പഞ്ചായത്താണ്.